അധീന കാശ്മീരിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. പാക് അധീന ജമ്മു കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതായിട്ടാണ് വ്യക്തമാക്കുന്നത്. റവേൽകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ ജനക്കൂട്ടം അവിടെ പ്രതിരോധത്തിൽ പങ്കെടുക്കുന്നതായും ഭരണപരമായ അവഗണന, സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാണ് പ്രതിഷേധത്തിന് കാരണമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ചില പ്രതിഷേധ നേതാക്കളാകട്ടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് ശ്രദ്ധ നേടുമെന്നും വിവിധ മാർഗങ്ങൾ തേടേണ്ടി വരുമെന്നും ഇതിലൂടെ തന്നെ പറയുന്നുണ്ട്. അതേസമയം പ്രതിഷേധം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും വ്യക്തമാക്കി. ഈ ആരോപണങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം വ്യക്തമല്ല. അതുമാത്രമല്ല, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവിതരണത്തിലും ചരക്ക് നീക്കത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന ആരോപണവും പ്രതിഷേധകർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം നടപടികൾ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കിയെന്നും അവരുടെ വാദം ഉന്നയിക്കുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ചില കാശ്മീരി പ്രവാസി സംഘടനകളും പാകിസ്ഥാൻ നയങ്ങൾക്കെതിരെ പ്രതിഷേധ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ വിഷയം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടുകയാണ്. പാക് അധീന ജമ്മു കാശ്മീരിൽ ഭരണപരമായ അധികാര വിതരണം, സാമ്പത്തിക വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവയെ ചൊല്ലി ഇടയ്ക്കിടെ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നിലവിലെ പ്രതിഷേധങ്ങളുടെ വ്യാപ്തിയും തുടർ നടപടികളും സംബന്ധിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഈ ബഹുജന പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഭരണകൂടം വളരെ മനുഷ്യരഹിതമായ സമീപനമാണ് സ്വീകരിച്ചത്. റവേൽകോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുന്നതിന് 2 ആഴ്ചയ്ക്ക് കർശനമായി തന്നെ വിലക്ക് ഏർപ്പെടുത്തി. റേഷൻ വിതരണം നിർത്തലാക്കുന്നത് ആളുകൾ വീടുകളിൽ ഒന്നിച്ചിരിക്കാൻ ഇടയാക്കുമെന്ന് ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഉപരോധം എരുതിയിൽ എണ്ണയൊഴിച്ചതുകൂടെയുള്ള ഒരു പ്രതിഷേധമായി തന്നെ മാറുകയും റവേൽകോട്ടിലെ ഇത്ഹാം എന്ന സ്ഥലങ്ങളിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തടിച്ചു ചൂടുകയും പ്രതിഷേധമുണ്ടാവുകയുമാണ് ചെയ്തത്. ഈ പ്രദേശം ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല എന്നും പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാന് നമ്മളെ ആവശ്യമുണ്ട് എന്നതാണ് സത്യമെന്നും ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ അസീം മുനീറിനെ സൈനിക മേധാവിയായി അംഗീകരിക്കാൻ നിവാസികൾ വിസമ്മതിക്കുന്നത് കാണാം. ഇനിയൊരു സ്വേച്ഛാധിപതിയും തങ്ങൾ സഹിക്കില്ല എന്ന് പാക് അധീന കാശ്മീരിലെ നിവാസികൾ പ്രഖ്യാപിക്കുന്നതും വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ വ്യാപ്തി അത് റാലികളിൽ മാത്രമായി തന്നെ ഒതുങ്ങുന്നില്ല. ജൂൺ 9 മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വേറിട്ടതും വമ്പിച്ചതുമായ ഒരു കുത്തിയിരിപ്പ് സമരം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ അവിടെ ഭക്ഷണത്തിനും മറ്റ് അവശ്യ വസ്തുക്കൾക്കുമായുള്ള നിയന്ത്രണങ്ങൾ ഉടൻ തന്നെ നീക്കിയില്ല എങ്കിൽ മേഖലയിൽ ജനങ്ങൾ അവിടെ സഹായത്തിനായി തന്നെ ഇന്ത്യ ആശ്രയിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഇവിടെ ആ ഒരു നയതന്ത്ര രേഖയ്ക്ക് സമീപമുള്ള പ്രതിഷേധകരെ അഭിസംബോധന ചെയ്തുകൊണ്ടും ചില വാക്കുകൾ ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.